iPhone 15 Pro Maxന്റെ അൺബോക്സിങ്ങും ഇനിഷ്യൽ ഇംപ്രഷൻസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. iPhone 15 Pro Max ആണ് ഈ വട്ടത്തെ ആപ്പിളിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ ഫോൺ എന്ന് പറയാൻ പറ്റുന്നത്. അതായത് അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോൺ. അതും ഈ വർഷം 15 Pro Maxും 15 Proയും തമ്മിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കൂടുതൽ പ്രിഫർ ചെയ്ത ഓപ്ഷൻ 15 Pro Max ആണ്. അപ്പോൾ ആ കാരണത്താൽ തന്നെ സ്റ്റോക്കൊക്കെ ഒരുപാട് ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർഷം വാങ്ങിച്ച വേരിയൻറ്റ് 512GB വേരിയൻ്റ് ആണ്. സാധാരണ ഞാൻ ബേസ് വേരിയൻ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 Pro Maxന്റെ ബേസ് വേരിയൻറ്റ് 256GB ആണ്. അപ്പോൾ അങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബേസ് വേരിയൻറ്റിന് പണ്ടുണ്ടായിരുന്ന പ്രൈസിങ്ങിന് പകരം ഈ 256GBക്ക് എങ്ങനെയായിരുന്നു പ്രൈസിങ്, ആ പ്രൈസിംഗ് ആണ് 15 Pro Maxന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിങ് ഇന്ത്യയിൽ 1,59,900 രൂപയാണ്. അതുകൊണ്ട് അൺബോക്സിങ്ങിനകത്ത് നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതായത് നമുക്കിവിടെ കേബിളിനകത്ത് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. USB-C to USB-C കേബിളാണ് തന്നേക്കുന്നത്. കാരണം ഈ വട്ടത്തെ ഐഫോണിൻ്റെ പോർട്ടെല്ലാം USB-C പോർട്ടാണ്. അപ്പോൾ ഞാൻ അൺബോക്സിങ്ങിൻ്റെ കാര്യത്തിനകത്ത് iPhone 15 Proൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തായിരുന്നു. അത് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ നോക്കിയാൽ മതി. അതിനൊക്കെ ഇവിടെ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ iPhone 15 Pro കണക്ക് തന്നെയാണ്. നമുക്ക് 4 കളർ ഓപ്ഷനാണ് ഉള്ളത്. അതുമെല്ലാം ടൈറ്റേനിയം വേരിയൻ്റ് തന്നെയാണ്. നാച്ചുറൽ ടൈറ്റേനിയം, വൈറ്റ് ടൈറ്റേനിയം, ബ്ലാക്ക് ടൈറ്റേനിയം, അത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബ്ലൂ ടൈറ്റേനിയം ആണ്. അപ്പോൾ ആ ഒരു വേരിയൻ്റ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ബ്ലൂ ടൈറ്റേനിയം ആണ്. അപ്പോൾ ഈ ടൈറ്റേനിയത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാച്ചുറൽ ടൈറ്റേനിയം അതല്ലാതെ വൈറ്റ് ടൈറ്റേനിയം ആണ് എടുക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഈ ബ്ലൂവും ബ്ലാക്കും അതിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അതിനകത്ത് സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. കാരണം അതിനകത്തൊരു PVC കോട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം 15 Pro Maxനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ ഫിംഗർ പ്രിൻറ്റ്സ് ഈ ഡാർക്ക് ആയിട്ടുള്ള വേരിയൻറ്റിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള വേരിയൻറ്റിനകത്തും ഉണ്ട്, പക്ഷേ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈഡ് റെയിൽ എന്ന് പറയുന്നത് ആ ഫിംഗർ പ്രിൻറ്റ് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വേരിയൻ്റ് ഐഫോൺസ് മാറി ടൈറ്റേനിയം ആയപ്പോഴത്തേക്കും മാറിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ മാറിയിട്ടില്ല. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് നോക്കാൻ നേരത്ത് അതിനെക്കാട്ടിയും ബെറ്ററാണ് ഈ ടൈറ്റേനിയം എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും ഇതിനകത്തും ഫിംഗർ പ്രിൻറ്റ്സ് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോണ കാര്യമൊന്നുമില്ല. അത് നമുക്ക് ഗ്രിപ്പ് എന്ന് പറയുന്നത് നല്ലോണം തന്നെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 15 Proൻ്റെ അൺബോക്സിംഗ് വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ 15 Pro Max ഉപയോഗിച്ചപ്പോഴും ഞാൻ നല്ലോണം ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഈ സൈഡ് എന്ന് പറയുന്നതിനകത്ത് ചെറിയൊരു കേവ് വന്നേക്കുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജ് ആണെങ്കിലും ചെറുതായിട്ട് ആ സൈഡ് എൻഡ് കേവ് ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് ഇല്ലാതെ ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തും നല്ല കംഫർട്ടായിട്ട് തോന്നുന്നൊരു കാര്യം ഈ iPhone 15 Pro സീരീസിനകത്തും 15 സീരീസിനകത്തും ഉണ്ട്. അതായത് ആ ഒരു ചെറിയ കേവ് അവർ കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെറ്റീരിയൽ മാറിയപ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് വെയിറ്റും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ടൈറ്റേനിയം വന്നപ്പോഴത്തേക്കും സ്റ്റെയിൻലെസ് സ്റ്റീലിനെക്കാട്ടിയും വെയിറ്റ് കുറവാണ്. അതിനകത്ത് ഏറ്റവും നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഈ Pro Max ഫോണിനകത്താണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെ 14 Pro Max എന്ന് പറയുന്നത് നല്ല വെയിറ്റ് കൂടിയൊരു ഫോണായിരുന്നു. അത് 240 grams ആയിരുന്നു വെയിറ്റ്. ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു വേരിയൻറ്റ് 15 Pro Maxൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 221 grams ആണ്. അതായത് 19 grams ഒരു വെയിറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് വ്യത്യാസം നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിലുള്ള ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഈ 15 Pro Maxൻ്റെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു മാക്സ് സൈസ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്പ്ലേ സൈസ് നോക്കാൻ നേരത്ത് 6.7 inch സൈസാണ് വന്നേക്കുന്നത്. അതൊരു OLED പാനലാണ്. പിന്നെ ഡിസ്പ്ലേയുടെ സ്പെസിഫിക്കേഷനൊക്കെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ iPhone 14 Pro Maxൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. അതും ഡിസ്പ്ലേക്കകത്ത് ഒരു മാറ്റം മാത്രമേ പറയാൻ പറ്റൂ. ബെസൽ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനൊന്നും പോകില്ല. നിങ്ങൾ 14 Pro Max ഉപയോഗിച്ചൊരു വ്യക്തിയാണെങ്കിൽ തന്നെ ഇതിലേക്ക് നോക്കുവാണെങ്കിൽ അങ്ങനെ ആ ഒരു കനം കുറഞ്ഞൊരു കാര്യം അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ബെസൽ കുറച്ചപ്പോഴത്തേക്ക് അവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡയമെൻഷൻ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. അതായത് ഫോണിൻ്റെ വിഡ്ത്തും ഹൈറ്റും എടുക്കുവാണെങ്കിൽ അതിനകത്ത് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ കനം ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ വിത്തും ഹൈറ്റും കുറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഫോൺ കുറച്ചും കൂടെ ഒന്ന് കോമ്പാക്റ്റ് ആയിട്ട് കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. അതായത് നിങ്ങൾ 14 Pro Maxോ അല്ലെങ്കിൽ അതിന് കണക്കത്തെ 13 Pro Max അങ്ങനത്തെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. പിന്നെ ഒരു ഡൈനാമിക് എലമെൻറ്റ് നോക്കുവാണെങ്കിൽ അതിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം 14 Pro സീരീസിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഫേസ് ID കിട്ടുന്നുണ്ട്. ഫേസ് ID എന്ന് പറഞ്ഞാൽ നല്ലോണം തന്നെ വർക്ക് ആവുന്ന ഒരു അൺലോക്കിംഗ് മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇവിടെ പ്രൊസസ്സറിനകത്ത് മാറ്റമുണ്ട്. A17 Pro ചിപ്പാണ് ഉപയോഗിച്ചേക്കുന്നത്. അതൊരു 3 nanometer പ്രൊസസ്സറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി എഫിഷ്യൻസി ബെറ്റർ ആവണം, അതുകണക്ക് തന്നെ പെർഫോമൻസിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരണമെന്നാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. അത് ആപ്പിൾ എടുത്ത് പറഞ്ഞേക്കുന്നത് GPU പെർഫോമൻസ് ആണ് ഇമ്പ്രൂവ്മെൻറ്റ് നല്ലോണം കിട്ടുന്നതെന്നാണ്. അതുകൊണ്ട് ഉപയോഗിച്ച സമയത്ത് ലാഗോ കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്ക് ഒരിക്കലും തോന്നുന്നൊരു കാര്യമല്ല. അതിപ്പോൾ നമ്മളൊരു പഴയ ഐഫോൺ എടുത്ത് നോക്കിയാലും പെർഫോമൻസിനകത്ത് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പെർഫോമൻസിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഏറ്റവും പവർഫുള്ളായ ചിപ്സെറ്റാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാമറ സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ അതാണ് നമുക്ക് ഈ Pro Maxും Pro സീരീസും തമ്മിൽ, അതായത് 15 Pro Maxും 15 Proയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം വരുന്നത്. അതായത് മെയിൻ ക്യാമറ നോക്കുവാണെങ്കിൽ ആ രണ്ട് ഫോണിൽ, അതായത് ഈ രണ്ട് ഫോണിനകത്ത് ഒരേ കണക്കിനാണ് കിട്ടുന്നത്. രണ്ടും 48 MP ക്യാമറ തന്നെയാണ്. പിന്നെ അൾട്രാവൈഡ് ക്യാമറ ഒരേ ക്യാമറ തന്നെയാണ്, 12 MP ക്യാമറയാണ്. ടെലിഫോട്ടോ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ രണ്ടും 12 MP ക്യാമറയാണ്. പക്ഷേ നമുക്ക് 15 Pro Maxനകത്ത് 5x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്. 15 Proനകത്ത് 3x സൂമേ കിട്ടുന്നുള്ളൂ. അതും ഈ 5x സൂം അവർ ചെയ്തേക്കുന്നത് ഒരു ടെട്രാ പ്രിസം ഡിസൈൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ ഉപയോഗിച്ച സമയത്ത്
5x സൂമിൻ്റെ ക്വാളിറ്റി നല്ലോണം തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഒരു ഇനിഷ്യൽ ടെസ്റ്റിംഗ് ചെയ്ത സമയത്ത് എനിക്ക് ഈ 5x സൂം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയേക്കുന്നത്. പക്ഷേ നമുക്ക് സാംസങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് 10x ഒക്കെ കിട്ടുന്നുണ്ട്, അത് 10x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 5x വരെ പോകുന്നുള്ളൂ. പക്ഷേ എന്നാലും ഐഫോണിനകത്ത് ഇങ്ങനെ ഒരു ഫീച്ചർ വന്നേക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സൂം റേഞ്ച് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണെങ്കിൽ എന്തായാലും നിങ്ങൾ 15 Pro Max തന്നെ നോക്കണം. കാരണം നിങ്ങൾ 15 Proയിൽ പോവുകയാണെങ്കിൽ 3x വരെ സൂം കിട്ടും. പക്ഷേ നമ്മൾ വീഡിയോയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രോ മാക്സിനകത്ത് മാത്രമല്ല, പ്രോയിലും പ്രോ മാക്സിനും ഒരാളെ കിട്ടുന്ന ഒരു ഫീച്ചറാണ്. അതായത് നമ്മൾ പ്രോറസ് വീഡിയോ നോക്കുവാണെങ്കിൽ പ്രോറസ് എൻകോഡിംഗ് നോക്കാൻ നേരത്ത് നമുക്ക് HDR സപ്പോർട്ടും SDR സപ്പോർട്ടും അതിനൊക്കെ ലോഗ് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ പ്രോറസ് വീഡിയോ എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് 4K 60 FPS എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എത്ര കൂടുതലാണെങ്കിലും, അത് നിങ്ങൾക്ക് 512 അല്ലെങ്കിൽ 1 TB സ്റ്റോറേജുള്ള ഫോൺ ആണെങ്കിൽ പോലും നിങ്ങളൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്കിവിടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ USB-C പോർട്ട് ആയതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യുന്നതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിങ്ങിന് ഒരു മെയിനായിട്ടൊരു ഡിവൈസ് വേണമെങ്കിൽ ഈ വർഷത്തെ 15 Pro സീരീസുകളെല്ലാം അതിന് നല്ല തന്നെയാണ്. പിന്നെ അതിലൂടെ തന്നെ നിങ്ങൾ പ്രോ മാക്സിൽ പോവുകയാണെങ്കിൽ ക്യാമറയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് കൂടെ കിട്ടും. അതായത് 5x ഒപ്റ്റിക്കൽ സൂം കൂടെ കിട്ടും. പിന്നെ അതിലൂടെ തന്നെ പോർട്രേറ്റ്സിനകത്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ എടുത്താൽ തന്നെ അത് പോർട്രേറ്റ് ഫോട്ടോ ആയിട്ട് തന്നെ എടുക്കും, അതിനകത്തൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ പോവുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ക്യാമറ സിസ്റ്റം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് 12 MP ക്യാമറ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ നല്ലൊരു ഫ്രണ്ട് ക്യാമറ ആയിരുന്നുകൊണ്ട് തന്നെ ഈ വർഷം നമുക്ക് ആ ഒരു ക്വാളിറ്റി എന്തായാലും കിട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ കാര്യം നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ഷൻ ബട്ടൺ ഈ ഫോണിലും കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ മാറിയിട്ട് ആക്ഷൻ ബട്ടൺ വന്നിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് 15 Proനകത്ത് അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ട കാര്യമായിട്ട് തോന്നിയായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഡയമെൻഷൻ 15 Pro ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടിയും വലിയൊരു ഫോണായതുകൊണ്ട് തന്നെ ഈ ആക്ഷൻ ബട്ടൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മുകളിലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊരു മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ ആയിരുന്നപ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും അത് ടോഗിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, അതായത് ഈ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീച്ചറിലേക്ക് മാറ്റാൻ പറ്റും. ആപ്പിൾ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഷോർട്ട് കട്ടൊക്കെ വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ആപ്പ് തുറക്കുന്ന കണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യുന്ന കണക്കൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്, അതായത് ഇത് ഒരുപാട് മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് 2 കൈ കൊണ്ട് ഉപയോഗിക്കുമ്പോഴേ അത് നല്ലോണം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത് ഈ 15 Pro Maxനകത്ത് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറായിട്ട് തോന്നുന്നില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 5G സപ്പോർട്ടും IP റേറ്റിംഗും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് Wi-Fi 6E വരുന്നുണ്ട്, Bluetooth 5.3 ആണ്. പിന്നെ അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പ് നോക്കാൻ നേരത്തെ അത് 2nd ജനറേഷനാണ് വന്നേക്കുന്നത്. പിന്നെ ത്രെഡ് നെറ്റ്വർക്കിംഗ് ടെക്നോളജി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അതായത് ബാക്കിയുള്ള ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സ് എല്ലാം ഈ ഫോണിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് പാക്കേജ് തന്നെയാണ്. പക്ഷേ പ്രൈസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ പ്രൈസിംഗ് നോക്കുവാണെങ്കിൽ ഒരുപാട് കൂടി തന്നെ നിൽക്കുവാണ്. പക്ഷേ നിങ്ങൾക്ക് US നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൈസിംഗ് തന്നെയാണ്. അതും ഈ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻഡെപ്തായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതന്നെ ആയിരിക്കും. അതിനൊക്കെ തന്നെ ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസും പിന്നെ ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സും ക്യാമറ പെർഫോമൻസും ക്യാമറ കമ്പാരിസനും ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും ലൈക്കും ചെയ്യുക. നമുക്ക് എത്ര പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.